ഹലോ ഹായ്. ഇന്ന് പുതിയൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ലിറ്റിൽ ഹാർട്ട്സ് എന്ന മലയാളം മൂവി. ഷൈൻ നിഗം, ഷൈൻ ടോം ചാക്കോ, മഹിമ നമ്പ്യാർ, ബാബുരാജ്, അങ്ങനെ ഒട്ടനവധി സ്റ്റാർ കാസ്റ്റുള്ള മൂവിയാണ്. സോ നമുക്ക് മൂവിയെക്കുറിച്ച് സംസാരിക്കാം. സോ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രണ്ടുപേരാണ്, എബി ടെറേസ പൗളും ആൻഡോ ജോസ് പരേരയും. സോ രണ്ട് സംവിധായകരാണ് പടത്തിനുള്ളത്. പടത്തിൻ്റെ പ്രൊഡക്ഷൻ എന്ന് വെച്ചിരിക്കുന്നത് സാൻഡ്ര തോമസ് ആണ്. സോ പടത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു 3 ലവ് സ്റ്റോറീസ്, അത് മൂന്ന് തരത്തിലുള്ള ലവ് സ്റ്റോറീസാണ് പറഞ്ഞു പോകുന്നത്. അതിൽ തന്നെ ബാബുരാജിൻ്റെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്, അതിൽ തന്നെ ഷൈൻ ടോമിൻ്റെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്, ഷെയ്ൻ്റെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. എന്താണ് GCC ഈ സിനിമ ബാൻ ചെയ്ത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്തായാലും എനിക്കുണ്ടായിരുന്നു. സോ അത് ഇൻ്റർവെല്ലോടെ ഇത് പടത്തെ റിവീൽ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു വശമെന്ന് തോന്നിയത്. ആ ഒരു ഇൻ്റർവെൽ സൈഡ് ആണ് അത് കൊണ്ടുപോയ രീതി, അത് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുപോയ രീതിയൊക്കെയാണ് മോർ അട്രാക്റ്റീവായിട്ട് ഈ പടത്തിന് എനിക്ക് തോന്നിയത്. കഥയും കഥാപരിസരവും നമ്മളിലേക്ക് എത്തിക്കുന്നതിന് അതിൻ്റെ ഡയറക്ടർ, ആർട്ട് ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ എല്ലാം ഒരു കൈയടി അർഹിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ആ കഥ കിടക്കുന്ന പ്ലോട്ടിലോട്ട് നമ്മളെ എത്തിക്കാൻ അവർക്ക് പെട്ടെന്ന് തന്നെ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സ്ഥലം അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ എത്തിച്ചേരുകയാണ്, പെട്ടെന്ന് തന്നെ നമ്മളവിടെ എത്തിച്ചേരുകയാണ്. അത്ര റിച്ച് ഫ്രെയിംസും വിഷ്വൽസുമാണ് പടം നമുക്ക് തരുന്നത്. എന്ന് വെച്ചാൽ അത്ര നല്ലൊരു ഭംഗിയുള്ള സ്ഥലം അത്ര നൈസായിട്ട് എടുത്തു വയ്ക്കുമ്പോൾ ആ സ്റ്റോറിയിലോട്ട് നമ്മൾ തന്നെ അങ്ങനെ ബ്ലെൻഡായി പോവുകയാണ്. അതും BGM സ്കോർസും കൂടെ ആകുമ്പോൾ അതൊക്കെ ഇപ്പോൾ ഇടുക്കി എന്നുള്ളൊരു പാട്ടില്ല, ആ ഒരു ഭംഗിയും ഇടുക്കിയിലെ ഒരു അറ്റ്മോസ്ഫിയറും കാണിക്കുമ്പോൾ ഉള്ളൊരു പെട്ടെന്ന് നമ്മൾ ഇടുക്കിയിലോട്ട് എത്തുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല. അതേപോലെ ഈ ഒരു പ്രദേശത്ത് ഞാൻ എലാബറേറ്റ് ചെയ്ത് പറയില്ല, ആ ഒരു സ്ഥലത്തോട്ട് നമ്മളെ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യിക്കാൻ ആ ഒരു വിഷ്വൽസിന് സാധിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. പിന്നെ മ്യൂസിക് സൈഡ് പറയാനാണെങ്കിൽ ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന കൈലാസ് മേനോനാണ്. പുട്ടിന് പീരെന്നല്ല ഇഷ്ടം പോലെ പാട്ടുണ്ട്, 6-7 പാട്ട് എനിക്ക് ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ എല്ലാം വേർത്തായിരുന്നു. കാര്യം നൈസ് പാട്ടായിരുന്നു, കുറ്റം പറയാൻ മാത്രമായിട്ടൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ പാട്ട് വരുന്ന പോകുന്ന അറിയുന്നില്ല. കാര്യം പടത്തിൻ്റെ മൂഡിനോട് ചേർന്ന് തന്നെ പാട്ടും എല്ലാ കാര്യങ്ങളും പോകുന്നത് ഒക്കെ നൈസായിരുന്നു. ഒരു കുറ്റം പറയാനായിട്ട് ഈ പാട്ട് കൊടുത്തെന്ന് പറഞ്ഞ ഒരു കുറ്റം പറയാനായിട്ടില്ല. കാര്യം അത്ര ബ്ലെൻഡ് ചെയ്ത് ആ പാട്ടും സോങ്സും BGMസും എല്ലാം നൈസായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രോഗ്രസീവ് തോട്ട്സ് എന്ന് പറഞ്ഞ് വരുന്ന സംഭവങ്ങളായാലും എല്ലാം നൈസായിട്ട് എനിക്ക് കണക്റ്റും വർക്കും ആയിട്ടുണ്ട് സംഭവം. കാര്യം ഇപ്പം ബാബുരാജിൻ്റെ ഒരു സൈഡുണ്ട്. ഇപ്പോൾ ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു റിലേഷൻ പോകുമ്പോൾ സൊസൈറ്റി എങ്ങനെ കാണുന്നു, അവരെ സ്ട്രഗിൾ ചെയ്യുന്ന അവരെ സ്ട്രഗിൾസ് കാണിക്കുന്ന അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു സൈഡ്, ഷൈൻ്റെ ഒരു സൈഡ്, അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ അത് കാണുമ്പോൾ മനസ്സിലാവും. അത് GCC എന്തുകൊണ്ട് ഈ സിനിമ ബാൻ ചെയ്തു എന്ന് ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങൾക്ക് പിടികിട്ടും. സോ എനിക്ക് എന്തായാലും ഒരു വർത്ത് വാച്ച് ആയിരുന്നു ഈ മൂവി. കാര്യം ഞാൻ ചെറിയൊരു പ്രതീക്ഷയോടെ പോയൊരു മൂവിയാണ്. കാര്യം അത്ര ഇഷ്ടപ്പെട്ട് ഒരു ഗംഭീര സിനിമ എന്ന് പറയുന്നത്, എന്നാലും ഒരു നല്ല സിനിമ കണ്ട് ഒരു അത്യാവശ്യത്തിന് എൻ്റർടൈൻമെൻറ്റും ഉണ്ട്, അത്യാവശ്യത്തിന് നല്ല തോട്ട്സും നല്ല ചിന്തകളും തരുന്ന ഒരു സിനിമയാണ്. സോ കുറച്ച് പഠിക്കാനും കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും ഈ പടത്തിൽ നിന്ന് സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ എനിക്കൊരു നല്ല രീതിയിൽ വർക്കായ മൂവിയാണ് ഈ ആഴ്ച. സോ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ ആദ്യം കണ്ടതിൽ എനിക്ക് നല്ലൊരു വാച്ചായിരുന്നു ഈ പടം. സോ കുറേ എൻ്റർടൈൻമെൻറ്റ് ഫാക്ട്സും ചിരിക്കാനും കാര്യങ്ങളും ഇപ്പോൾ ബാബുരാജും ഷൈനും ഉള്ള കോംബോ ആയാലും ശരി, അവർ നല്ലപോലെ വർക്കായിട്ടുണ്ട്. കോമഡീസ് ആയാലും അവിടെ ഇവിടെയൊക്കെ ഉള്ള നല്ല രീതിയിൽ വർക്കായാലും ഫീൽ ഗുഡ് ഉണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, ചിരിയുണ്ട്. ഈ ടാഗ് ലൈൻ പോലെ ചിരിയുണ്ട്, കുറേ ചിന്തയുണ്ട്, കുറേ ലവ് സ്റ്റോറീസ് പറയുന്നുണ്ട്, 2-3. ഇതെല്ലാം ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ ലിറ്റിൽ ഹാർട്ട്സ്. സോ ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, എൻ്റെ ഒപ്പീനിയൻ കേട്ട് പോകണമെന്നില്ല. സോ എനിക്ക് നല്ല രീതിയിൽ വർക്കായ മൂവിയാണ് ഈ പടം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു.